പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ദിവസങ്ങളായിരുന്നു. എനിക്കവനും അവനും ഞാനും, ഞങ്ങളുടെ പ്രണയം അത് ക്യാമ്പസിൽ ഓരോ പുൽക്കൊഴിക്ക് പോലെ അറിയാമായിരുന്നു. സന്തത സഖിയേ സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ ഇന്ദിരമുഖിയേ മുകിലോ അകമലരിലും ജനിമൃതിയിലും നീയേ അതിമധുര ചുംബന നേരം അറിയുമനുപമരാഗം ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണ കമിനിയേ കൺമണിയേ നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണ കമിനിയേ കൺമണിയേ സന്തത സഖിയേ സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ ഇന്ദിരമുഖിയേ മുകിലോ ഇരുഹൃദയവും ശലഭമായി പ്രണയമാനസവനിലലിയും നേരമായി ലോലമായി ചിറകിലാശകളാൽ ഇത് മധുര തരള വികാരം മനസ്സറിയുമനിതര ഭാവം ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണ കമിനിയേ കൺമണിയേ നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണ കമിനിയേ കൺമണിയേ സന്തത സഖിയേ സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ ഇന്ദിരമുഖിയേ മുകിലോ വിങ്ങലിൽ. ദേ ക്രിസ്റ്റി, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുറകെ നടക്കരുത്. ഞാൻ നിനക്കാരാ? ഞാൻ നിന്റെ അധ്യാപിക. നിനക്ക് അറിവ് പകർന്നു നൽകുന്നവളാ, അല്ലാണ്ട് ഞാൻ നിന്റെ കൂട്ടുകാരിയല്ല. ഞാൻ നിന്റെ ടീച്ചറാ. സോ റെസ്പെക്ട് മീ. അല്ലാണ്ട് ഇതുപോലെ എൻ്റെ പുറകെ നടക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ നിനക്ക് എത്ര വയസ്സിന് മൂത്താന്നറിയോ? നീ ഞാൻ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ടെന്നറിയോ? ക്രിസ്റ്റി, ഇനി മേലെ എൻ്റെ പുറകെ നടന്നാൽ ഞാൻ നിന്റെ പേരിൽ ആക്ഷൻ എടുക്കും. എൻ്റെ പൊന്നു മിസ്സിന് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പുറം നടക്കുന്നത്. എനിക്ക് മിസ് വരുന്നത് പോലെ ചോക്ലേറ്റ് റൊമാൻസ് ഒന്നും അല്ല മിസ്. എനിക്ക് മിസ്സിനെ ശരിക്കും ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ മിസ് എത്ര തവണ റിജക്റ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പുറകെ നടക്കുന്നത്. മിസ് എൻ്റെ മിസ്സാണെന്നൊക്കെ എനിക്കറിയാം. മിസ് പദവിയിൽ നിന്നൊരു മിസ്സിസ് വരവ് മിസ് എന്ന മിസ്സിനെ മിസ്സസ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ ചോദിച്ച് നടക്കുന്നത്. നിന്റെ ഒരു മിസ്സിസ് പോട് നിൽക്കാം. ഞാൻ നിന്നേക്ക് 6 വയസ്സിന് മൂത്ത. നിനക്ക് വയസ്സ് 20 ആവുന്നതേ ഉള്ളൂ. എനിക്ക് വയസ്സ് 26 നമ്മൾ തമ്മിൽ 6 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ ഓൾറെഡി എൻഗേജഡാണ്. എൻ്റെ കല്യാണം ഉടനെ ഉണ്ടാവും. അതുകൊണ്ട് നീ വെറുതെ എൻ്റെ പുറകെ നടന്ന് ബുദ്ധിമുട്ടണ്ട. ഇനി മേല നീ എൻ്റെ പുറകെ ഈ കാര്യം പറഞ്ഞ് നടക്കരുത്, കേട്ടല്ലോ? എൻഗേജ്ഡ് അല്ലേ? അപ്പോൾ കല്യാണം വരെ സമയം ഉണ്ടാവും. ഞാൻ എന്തായാലും മിസ്സിൻ്റെ പുറകെ നടക്കും. കല്യാണം വരെ നടക്കും. കല്യാണം കഴിഞ്ഞ് ഞാനങ്ങ് നടപ്പുറത്തേക്ക്. അതുവരെ മിസ്സിൻ്റെ പുറകെ ഞാൻ എന്തായാലും ഉണ്ടാവും. അതിപ്പോൾ മിസ് എന്നെ എത്ര ചീത്ത വിളിച്ചാലും
ഇനി എന്നെ ഈ കോളേജിൽ നിന്ന് ഡിസ്മിസ് അടിച്ചു വിട്ടാലും ഞാൻ മിസ്സിനെ കൊണ്ടേ പോകും. ആ കൊണ്ടോണ്ടേ പോവൂ. എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും രണ്ടെണ്ണം കൊണ്ടുപോയി പോകത്തുള്ളൂ. നിനക്ക് വട്ടാണോടാ? ഞാൻ നിന്നെയൊക്കെ മൂത്തതാ. അത് മാത്രമല്ല, ഞാൻ നിന്റെ ടീച്ചർ. നീ എന്നെ ആ സ്ഥാനത്ത് വേണം കാണാൻ, അല്ലാണ്ട് വേറെ കണ്ടുകൊണ്ടല്ല കാണേണ്ടത്. എന്നൊരു കാര്യം, നമുക്കെന്തായാലും ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. അതാകുമ്പോൾ ഞാൻ മിസ്സിനെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നില്ല. ഞാൻ തന്നെ ഫ്രണ്ടാവാം, ബട്ട് ഓൺലി ഫ്രണ്ട്സ്. അതിൽ നിന്ന് കൂടുതലൊന്നും താൻ പ്രതീക്ഷിക്കരുത്. എനിക്ക് എത്ര തന്നോട് പറയാനുള്ളൂ. ഓക്കെ? മിസ് എൻ്റെ ഫ്രണ്ട് ആവുമല്ലോ, അത് മതി. ബാക്കിയൊക്കെ ഞാൻ പിന്നെ നോക്കിക്കോളാം. ഫ്രണ്ട്സിൽ നിന്നാണ് എല്ലാവരും കപ്പിൾസിലേക്ക് വരുന്നത്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലേ ബെസ്റ്റ് കപ്പിൾസ് ആവാൻ പറ്റും. ഫ്രണ്ടെങ്കിൽ ഫ്രണ്ട്. ഈ ചെക്കനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇവനിത് എവിടെയാ? ഏയ് ആരാ? വൈശു. ഓ അവനോ? അവന് നല്ല തലവേദനയായിരുന്നു ഇന്നലെ മുതൽ, അതുകൊണ്ട് വന്നില്ല. വീട്ടിൽ റെസ്റ്റ് എടുക്കുക. തനിക്ക് ഞാൻ വീടിൻ്റെ അഡ്രസ്സ് തരാം, താൻ അങ്ങോട്ട് പൊക്കോ. ഓ താങ്ക് യു, വലിയ ഉപകാരടാ. താങ്ക് യു ഒന്നും പറയണ്ട, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. താൻ ചെല്ല്, അവൻ എന്തായാലും വീട്ടിലുണ്ട്. பூவைத்தாய் பூவைத்தாய் நீ பூவைக்கோர் பூவைத்தாய் மணப்பூ வைத்து பூவைக்குள் தீ வைத்தாய். காதல் கனவாவும் தன் கரம் விட மாட்டேன். சத்தியம் சத்தியம் இது சத்தியமே. தாய் வழி வந்த எங்கள் தர்மத்தின் மேலே சத்தியம் சத்தியம் இது சத்தியமே. വിധു, വിധു, നീയോ? എന്താടാ പറ്റി നിനക്ക്? എനിക്കറിയില്ലടാ, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയത് നല്ല തലവേദന. ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിനക്ക് തലവേദനയാണെന്ന്. അതാ ഞാൻ പിന്നെ ഓടി പഠിച്ച് ഇങ്ങോട്ട് വന്നത്. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്, കുഴപ്പമില്ല. ഫുഡ് വല്ലതും കഴിച്ചോ? ഇന്നലെ രാത്രി ഞാൻ ഡിന്നർ മാത്രം കഴിച്ചു, പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. കിടന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഡിന്നർ മാത്രമേ നീ കഴിച്ചുള്ളൂ? ഇത്ര നേരമായിട്ട് നീ ഒന്നും കഴിച്ചില്ലേ? വാ എന്തായാലും കഴിക്കാം, എഴുന്നേക്ക്. എനിക്ക് വേണ്ടടാ. ഫുഡ് അവരുണ്ടാക്കിയിട്ടാണ് പോയത്. ഞാൻ നോക്കി, ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അവർ പോയത്. നീ എഴുന്നേറ്റ് വാ, നമുക്ക് കഴിക്കാം. വാ, കുഴപ്പമില്ല, കുറച്ച് കഴിച്ചാൽ മതി. എന്നിട്ട് ഒന്നും കൂടെ കിടന്ന് ഉറയ്ക്കും. അത് കഴിയുമ്പോൾ തലവേദനയൊക്കെ മാറും. ഇന്ന് കുറച്ച് കഴിക്കാം. അല്ല, എന്താണ് മകളെ ചിന്താവിഷ്ടയായിട്ട് ഇവിടെ ഇരിക്കണത്? ഏയ് ഒന്നുമില്ലടാ, ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. ഒറ്റയ്ക്കാണോ? ബാലെവിടെ? ഞാൻ ഒറ്റയ്ക്കാടാ. അവിടെ പോയപ്പോ മുതൽ ഞാൻ പോസ്റ്റായി. ലച്ചു നിങ്ങളുടെ വീട്ടിലേക്ക് പോയല്ലോ. വൈശാഖിനെന്തോ വയ്യാന്ന് പറഞ്ഞിട്ട്. ഓഹോ, അവൾ അങ്ങോട്ട് പോയല്ലേ? എന്നാ നീ വാ, ഞങ്ങളുടെ കൂടെ ഇരിക്കും. അതെ അതെ നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ട, ഞങ്ങളുടെ കൂടെ വന്നിരിക്കും. അത് വേണ്ട, കുഴപ്പമില്ല. എന്തായാലും നമ്മളൊരേ ഫാമിലി അല്ലേ? എന്നാ ശരി. നീ എന്നെ പോണ്ട, എന്നിവിടെ സ്റ്റേ ചെയ്തോ പ്ലീസ്. നിൽക്കാനൊന്നും പറ്റില്ല, എനിക്ക് ഹോസ്റ്റലിൽ പോകണം. ഹോസ്റ്റൽ അന്വേഷിക്കും. അത് മാത്രമല്ല, മാളും ഒറ്റയ്ക്ക്. ഓക്കെ, വൈകിട്ട് വരാം. ഓക്കെ, വൈകുന്നേരം വരാം, ഞാനിവിടെ ഇരിക്കാം. വൈകുന്നേരം ഞാൻ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. ശരി, നീ എന്നെ കൊണ്ടുവിട്ടാൽ മതി. നമുക്കെന്നാ ഉറങ്ങിയാലോ? പ്ലീസ്, കുറച്ച് നേരം മതി. ഞാൻ ഉറങ്ങിയിട്ട് നീ എഴുന്നേറ്റ് മാറിക്കോ പ്ലീസ്. ഓക്കെ, വാ, വന്ന് കിടക്ക്, ഞാനും കൂടെ കിടക്കാം. വാ. மலர்ந்தே நான்
പോയില്ലേ? ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പോയില്ല. അവൻ പറഞ്ഞു വൈകിട്ട് പോകുന്നു. അപ്പം ഞാൻ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കും, നിങ്ങൾ വന്നിട്ട് പോകാമെന്ന് കരുതി. എന്നാൽ തന്നെ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം. ഓക്കെ? ആ ആയിക്കോട്ടെ. അവൻ എഴുന്നേറ്റോ? ഇല്ല, എഴുന്നേറ്റില്ല, നല്ല ഉറക്ക. സാരമില്ല, ഞാൻ വിളിച്ചോളാം. താൻ എന്നാ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി അവനെ ഒന്ന് കണ്ടിട്ട് വരാം. ആ അയക ചെന്ന് കണ്ടു, ചെന്ന്. ആ ലക്ഷ്മി ഇവിടെ ഉണ്ടായിരുന്നോ? അവൻ പറഞ്ഞു വൈകിട്ട് പോകുന്നു. അപ്പം ഞാൻ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കും, നിങ്ങൾ വന്നിട്ട് പോകാമെന്ന് കരുതി. എന്നാ താൻ ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. വാ വാട മോനെ അറിവേ. വിധു, വിധു, എണീറ്റങ്ങള്. സമയം എത്രയായി നോക്ക്. എഴുന്നേറ്റേ. 5 മണി. ഇനി എഴുന്നേറ്റേ. ലക്ഷ്മിനെ ഹോസ്റ്റലിൽ കൊണ്ടുവിടുവാ. എഴുന്നേക്ക്, എഴുന്നേക്കടാ, വാ. 5 മണിയോ? ഇത്ര നേരം ഞങ്ങളൊന്ന് ഉറങ്ങിയോ? ഞാൻ അതാ വരാം. ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീ ലക്ഷ്മിയോട് റെഡി ആയിട്ടിരിക്കാൻ പറ, ഞാനിപ്പോൾ വരാം. എന്നാ ശരി, ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. ബായ് ഈര. ആ ബായ് ക്രിസ്റ്റി, അരവേ ബായ്. നാളെ കോളേജിൽ കാണാം. ആ ഓക്കേടോ, ബൈ. മോനെ സൂക്ഷിച്ചുകൊണ്ട് വിടണേ. പകുതി പേടിക്ക് അവിടെ നിൽക്കരുത്. നേരെ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഇനി വണ്ടി നിർത്താം. ഓക്കെ, എന്നാ പോയിട്ടോ. എത്തിയോ? ഞാൻ കരുതിയെന്ന് വരല്ലാണ്, അവിടെ തന്നെ താമസിക്കാൻ പോകുന്നത്. അത് വിധു നിർബന്ധിച്ചപ്പോൾ ഞാനിവിടെ നിന്നതാ. പോയി കുളിച്ച് നനച്ച് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് പോയി ചായ കൂച്ചാം. ഞാൻ ചായ അവിടുന്ന് കുടിച്ചു. സാരല്ല, ഇവിടെ നിന്നും കൂച്ചാം. നീ പോയി ഫ്രഷ് ആയിട്ട് വാ. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ട്, അപ്പോൾ അത് ഉച്ചയ്ക്ക് എടുത്തിട്ട് വരാം. എന്നാ ഞങ്ങൾ പോട്ടെ. നിങ്ങൾക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. അതെന്താ, നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യാറില്ലേ? കുക്ക് ചെയ്യും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം. അതിനുള്ള ടൈമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ എല്ലാവരും കൂടെ വാരിപ്പറക്കി രാവിലെ പോരില്ലേ. പിന്നെ ഇവിടെ കോളേജിൽ വന്നിട്ട് ക്യാൻറ്റീനിലെ ഫുഡ് ഞങ്ങൾ സ്ഥിരം കഴിക്കും. നീ ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ ആദ്യം പോയി കഴിച്ചത്, ഇവര് കഴിച്ചില്ല. എന്നാ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുപോയിട്ടുണ്ട്, അത് വന്നിട്ട് കഴിച്ചു. ഫ്രൂട്ട്സോ? എന്നാ പോയിരുന്ന് കഴിക്കാം. ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട്? കുറവുണ്ടോ? തലവേദന ഇപ്പൊ കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തെ കുറച്ച് വേദന ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുമാതിരി മന്ദതയൊക്കെ പോലെ. ഇപ്പൊ കുഴപ്പമില്ല, മെഡിസിൻ എടുത്തു കഴിഞ്ഞപ്പോ മാറി. എന്നാ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. എടി, ഇത് ഓറഞ്ച് അല്ലേ? എനിക്ക് സിട്രിക് ആസിഡിന്റെ അലർജി ഉണ്ട്. സോ എനിക്ക് ഓറഞ്ചും ലൈമും ലെമണും ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് റെഡ്നെസ് ഉണ്ടാവും, പിന്നെ ഇച്ചിങ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിതൊന്നും കഴിക്കാറില്ല. ശരി, നീ എനിക്ക് പറയണ്ടേ. അങ്ങനെയാണെങ്കിൽ വേറെ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവരാണ്. തൽക്കാലം നീ ഒരു ആപ്പിൾ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നാളെ മുതൽ നമുക്ക് ഫ്രൂട്ട്സ് മാറ്റി പിടിക്കാം. ഓക്കെ. ഹലോ മിസ്റ്റർ പവിത്രൻ, താങ്കൾക്ക് സുഖം തന്നെയല്ലേ? നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നെ പവിത്രൻ പവിത്രൻ എന്ന് വിളിക്കരുത്. എൻ്റെ പേര് പവി എന്ന, അല്ലാണ്ട് പവിത്രൻ എന്നല്ല. എന്തായാലും എനിക്ക് നീ പവിത്രനാ.
അല്ല, 2 ദിവസമായിട്ട് ഞാൻ എൻ്റെ അനിയനെ വിളിക്കാം, എന്താ ഫോൺ എടുക്കാഞ്ഞത്? അത് പിന്നെ മിസ്റ്റർ പവിത്രൻ, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എന്താണ് ഒരു ചുറ്റിക്കളി അവിടെ? ചുറ്റിക്കളിയൊന്നുമല്ല, ഞാനിവിടെ വന്നപ്പം മുതലുള്ള ഒരു ലവാണ്. ആഹാ, എന്നിട്ട് അത് പൂവണിഞ്ഞോ? ഉവ്വ്, അത് പൂവണിയുകയും ചെയ്തു, പടർന്ന് പന്തലിക്കുകയും ചെയ്തു. ആഹാ, എന്നിട്ടെന്താ? ഞാൻ എൻ്റെ ഇഷ്ടം രണ്ടും കൽപ്പിച്ച് അവളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൾ എസ്സും പറഞ്ഞു. ഞാൻ കരുതി അവൾ എന്നെ റിജക്റ്റ് ചെയ്ത് വിടുമെന്ന്. ഓഹോ, അവൾ എസ് പറഞ്ഞോ? ദേ മോനെ പവിത്ര, നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കും. നീ എല്ലാം അറിഞ്ഞു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടുത്തെ CID അവളെ വിളിച്ച് പറയുമെന്ന് എനിക്കറിയാം. ആ, പറഞ്ഞു, പക്ഷേ കൂടുതലൊന്നും പറഞ്ഞില്ല. അത് നിന്റെ വായിന് വേണമല്ലോ കേൾക്കാൻ. പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? ഇവിടെ എന്ത് വിശേഷം? ഇവിടെ എനിക്ക് പരമ സുഖമല്ലേ. രാവിലെ കോളേജിൽ പോകണം, വൈകിട്ട് തിരിച്ചു വന്ന അസൈൻമെന്റ്, സെമിനാർ, പ്രോജക്റ്റ്, വൈവ, ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. താങ്കളുടെ വിശേഷങ്ങൾ പറയൂ. എന്താണ് താങ്കൾക്ക് ലണ്ടൻ വിശേഷങ്ങൾ പറയാനുള്ളത്? ലണ്ടൻ വിശേഷം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാനിവിടെ പട്ടിപ്പണി എടുത്തോണ്ടിരിക്കുക. കോളേജിൽ പോയിട്ട് കാലങ്ങളായി ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്. രാവിലെ കമ്പനി പോവും, പണിയെടുക്കുക, തിരിച്ചു വരും, ഉറങ്ങും, പിന്നെയും കമ്പനി പോവും, പണിയെടുക്കുക, തിരിച്ചു വരും, ഉറങ്ങും. ഇതാണ് എൻ്റെ ജീവിതം. എന്നിട്ട് ഞാൻ അങ്ങനെയല്ലോ അറിഞ്ഞത്, കഴിഞ്ഞ വെക്കേഷന് താങ്കൾ എവിടെയായിരുന്നു? ക്യാമുകിയുമായി എവിടെയോ ട്രിപ്പ് പോയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അത് പിന്നെ ജോലിയൊക്കെ അല്ലേ, അപ്പം സ്ട്രെസ് ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ നിന്നൊരു നമുക്കൊരു ഇത് വേണമല്ലോ. ഏത് വേണമല്ലോ എന്ന്? അല്ല, ജോലി എടുക്കുമ്പോൾ സ്ട്രെസ് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്കതിൽ നിന്ന് റിലീഫ് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ ട്രിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ആ, പിന്നെ വേണം. അത് ഒറ്റയ്ക്ക് പോകുന്നതാണ് പലരുടെയും ശീലം. താങ്കൾ ക്യാമുകയും കൂട്ടി എന്തിനാണാവോ റിലീഫ് എടുക്കാൻ പോയത്? അത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാനാണ് തീരുമാനിച്ചത്. പിന്നെ ആ കുട്ടിപ്പിശാശ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ചപ്പോ കൊണ്ടുപോകാൻ വരെ വഴിയില്ല, അതുകൊണ്ട് കൊണ്ടുപോയി. ആ, നിങ്ങൾക്ക് അവിടെ വരെയൊക്കെ ആയി, ട്രിപ്പ് വരെ ആയി. ഞാനിവിടെ തുടങ്ങിയതേ ഉള്ളൂ പുഷ്പിച്ച്. സാരമില്ല, പതിയെ പുഷ്പിച്ചാൽ മതി. നീയല്ലേ ആള്? ആരായി പറയുന്നത്? എന്നെ കൊണ്ട് നീ ഒന്നും വിളിച്ച് പറയിപ്പിക്കരുത്. വായടത്തുന്നതാ നിനക്ക് നല്ലത്. പുറത്തു പറഞ്ഞ നാണക്കേടാ. എന്നെ പോലൊരു സിംഗിള് ആ വീട്ടിലുണ്ടായിട്ട് പറയുന്നില്ല ഞാൻ ബാക്കിയൊന്നും. അതുകൊണ്ട് നീ വെച്ചിട്ട് പോ. ബൈ. ഞാൻ നാളെ എനിക്ക് തോന്നുമ്പോ വിളിക്കും. ഓക്കെ, ബൈ.